എഡ്യൂക്കേഷൻ ലോണിന്റെ നിബന്ധന പ്രകാരം പഠനം കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, EMI അടച്ചു തുടങ്ങണം. ബാങ്ക് അധികൃതർ സാധാരണ പോലെ ഈ കുട്ടിക്ക് നോട്ടീസ് അയച്ചു. അവരത് ഇഗ്നോർ ചെയ്തു. മേ ബി ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ടല്ലോ, വിദ്യാഭ്യാസ ലോൺ തിരിച്ചടക്കേണ്ടതില്ല, ഇത് ഗവൺമെന്റ് തരുന്ന ഫണ്ടാണ് എന്നൊക്കെ. അതുകൊണ്ടായിരിക്കാം അവരും ആലോചിച്ചത് അങ്ങനെ. ഈ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ബാങ്ക് അധികൃതർ ഈ വിദ്യാഭ്യാസ ലോൺ NPA ആക്കി മാറ്റി. ഈ റിക്രൂട്ട്മെന്റിന്റെ ഫൈനൽ വെരിഫിക്കേഷൻ ബാങ്ക് മാനേജ്മെന്റിന്റെ അധികൃതർ നടത്തിയപ്പോൾ അവര് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ലോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഫൈനൽ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഒരു വിദ്യാഭ്യാസ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ബാങ്കിന്റെ ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം എങ്ങനെ ഏൽപ്പിക്കാൻ കഴിയും? ഈ ബാങ്ക് അധികൃതർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. ബാങ്ക് അധികൃതർക്ക് ഈ ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക? സിവിൽ റിപ്പോർട്ട് തന്നെ ഇവിടെയും വില്ലനായത്.